കോട്ടയം കൈപ്പുഴമുട്ടിലെ അപകടത്തിൽ ഒട്ടും ആശ്വാസകരമല്ലാത്ത വാർത്തകളാണ് വരുന്നത്. വാഹനത്തിൽ ഉണ്ടായിരുന്നത് മഹാരാഷ്ട്ര സ്വദേശികളായ രണ്ടുപേരാണെന്ന് സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. രണ്ടുപേരും മരിച്ചിരിക്കുന്ന ദുഃഖവാർത്തയും ഈ മണിക്കൂറിൽ തന്നെ വരുന്നു. ഇന്ന് ഏകദേശം 8:15 കൂടിയായിരുന്നു അപകടം. വഴിതെറ്റി ആറിലേക്ക് വീണതാണ് നിലവിലെ നിഗമനം. അവർ എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അത് പരിശോധിച്ച ശേഷം മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ ഇവർ കോട്ടയം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ലഗേജ് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഏറ്റെടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പോലീസും നടത്തിക്കൊണ്ടുവരികയാണ്. ടോബി ജോൺസൺ വിശദാംശം നൽകി. ടോബി, നിലവിൽ ഒരു റെന്റഡ് കാറാണെന്ന് മനസ്സിലാക്കുന്നു. കൊച്ചിയിൽ നിന്ന് റെന്റഡായി എടുത്ത കാറാണെന്ന് മനസ്സിലാക്കുന്നു. ഈ നമ്പർ പ്ലേറ്റ് കേന്ദ്രീകരിച്ച് അവിടെ നിന്ന് ഇവരുടെ വിവരങ്ങൾ തേടാൻ സാധിക്കില്ലേ പോലീസുകാർക്ക്? തീർച്ചയായിട്ടും റെന്റെടുത്ത വാഹനം തന്നെയാണെന്നുള്ള സംശയമാണ് എസ്.പിയും പങ്കുവച്ചത്. എന്നോടൊപ്പം ഈ സംഭവം കണ്ട അല്ലെങ്കിൽ ആദ്യം അറിഞ്ഞ വ്യക്തി തന്നെ ചേർന്നു. ചേട്ടാ, എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു സംഭവം നടന്നത്? രാത്രി ആ മഴ പെയ്ത സമയത്ത് വണ്ടി ഓടി വന്ന് വെള്ളത്തിലേക്ക് ചാടിയായിരുന്നു. ഞങ്ങളിവിടെ പാലത്തിന്റെ അടി മഴയായതുകൊണ്ട് ഇവിടെ കയറി നിൽക്കുകയായിരുന്നു. ചാടി അതിന്റെ അടിയിലേക്ക് മുങ്ങിപ്പോകുമ്പോൾ ഇങ്ങനെ കൈകാലിട്ട് അടിക്കണം കണ്ടിട്ട് ഞാനും വെള്ളത്തിൽ ചാടി. അതിനെ വീലേ കയറി പിടുത്തം കിട്ടി. പക്ഷെ അതിന്റെ അടിയിലേക്ക് പോകുന്ന കാരണം എനിക്ക് വലിച്ചു കയറ്റാൻ പറ്റിയില്ല. ഒരു കയറ് എന്തെങ്കിലും ഉണ്ടായിരുന്ന കയറ്റായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഫയർഫോഴ്സുകാരെ അവരെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ സഹായത്തോടുകൂടി കാറ് കയറ്റാൻ പറ്റി. പിന്നെ എന്താ സംഭവിച്ചതെന്ന് നമുക്കും അറിയത്തില്ല. ഞാനിവിടെ തന്നെ നമ്മൾ മലക്ക് പോകുന്ന ആന്റണി. ആ മഴ പെയ്യണ സമയത്ത് 8:10 മഴ പെയ്യണ സമയത്താണ്. ആന്റണി എന്ന് പറയുന്ന ചേട്ടനാണ്. അദ്ദേഹം ഇവിടെ ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ഈ കാഴ്ച നേരിട്ട് കണ്ട ഒരു ദൃക്സാക്ഷി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹം പറയുന്നത് പ്രകാരമാണെങ്കിൽ നല്ല മഴ പെയ്തിരുന്നു. ആ മഴ പെയ്ത സമയത്ത് നേരിട്ട് ഈ വാഹനം ഈ സൈഡിലത്തെ റോഡ് വഴി ഇടറോഡ് വഴി താഴേക്ക് നേരെ വന്ന് ഈ വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നടന്നത് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഈ പ്രദേശം അറിയാൻ സാധിക്കാത്ത ഒരാളുകളാണ്, അതായത് ഈ വഴി മുൻപ് സഞ്ചരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വരെ സംശയമുണ്ട്. കാരണം ഇതൊരു പ്രധാനപ്പെട്ട റോഡാണ്. കുമരകം ഭാഗത്തു നിന്നും കോട്ടയം ഭാഗത്തു നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ്. ആ റോഡിന്റെ ഇടവഴിയിൽ കൂടിയാണ് ഈ വാഹനം ഇറങ്ങി വന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ ഇടവഴിയിലേക്ക് ചെറിയ റോഡിലേക്ക് ഇറങ്ങിയത്, ഈ വാഹനം ഇറങ്ങിയത്, ഗൂഗിൾ മാപ്പ് ഇട്ട് ഈ പ്രദേശത്ത് എവിടെയെങ്കിലും പോയതാണോ എന്നതുപോലും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ മെയിൻ റോഡിൽ നിന്ന് ഒരുപാട് ദൂരം ആ വാഹനം സഞ്ചരിച്ചിട്ടുണ്ടോ? ഈ ആറിലേക്ക് വീഴുന്ന അത്രയും ദൂരം, അതായത് മെയിൻ റോഡിൽ നിന്ന് ആറിലേക്ക് ഇപ്പോൾ അപകടമുണ്ടായ സ്ഥലത്തേക്ക് ഒരുപാട് ദൂരമുണ്ടോ? അത്രത്തോളം സഞ്ചരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ വളരെ ചെറിയ ദൂരം മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ? എന്താണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? വളരെ ചെറിയ ദൂരം മാത്രമാണ്, ഒരു 50 മീറ്റർ മാക്സിമം മാത്രമാണ് ഉള്ളത്. കാരണം ഈ മെയിൻ റോഡ് പോകുന്നതിന് ഒപ്പം തന്നെ, അതായത് സാധാരണ പാലങ്ങൾ വരുമ്പോൾ പാലത്തിന്റെ സൈഡിലൂടെയുള്ള വഴികൾ ഉണ്ടാകുമല്ലോ, അതുപോലൊരു സൈഡിലൂടെയുള്ളൊരു വഴിയാണ്. ആ വഴിയിൽ കൂടി ഒരു മാക്സിമം ഒരു 50 മീറ്റർ മാത്രമാണ് ഈ വാഹനം സഞ്ചരിച്ചിട്ടുള്ളത്. പിന്നെ നേരെ വന്ന് ഈ ചെറിയ വഴിയാണ്, ഇടറോഡാണ്, അത് ഇടത്തേക്ക് തിരിയുകയാണ്. പക്ഷേ ഇടത്തേക്ക് തിരിയാതെ നേരെ വാഹനം ഈ വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് ഇവിടെ കണ്ടുനിന്നവരും പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ വേഗത്തിൽ വന്നപ്പോൾ വഴിതെറ്റി ഈ ഇടവഴിയിലേക്ക് കയറി തിരിക്കാൻ സാധിക്കാതെ നേരെ വെള്ളത്തിലേക്ക് വീണതാണോ എന്നതൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത എന്തായാലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇവരുടെ മറ്റ് പേര് വിവരങ്ങളെല്ലാം തന്നെ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്. അത് കിട്ടാൻ വേണ്ടിയുള്ള പരിശോധനകളും മറ്റുമാണ് ഇപ്പോൾ നടക്കുന്നത്. മന്ത്രി എത്തിയിട്ടുണ്ട്. മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത് ഈ മരിച്ച സ്ത്രീയുടെ വിവരങ്ങൾ മാത്രമാണ്. അവരുടെ ഒരു ആധാർ കാർഡിന്റെ ഒരു കോപ്പി മാത്രം ആധാർ കാർഡ് ലഭിച്ചിരുന്നു. സൈൽ രാജേന്ദ്ര സർജി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് അത്. അവരുടെ കൂടെ ഉണ്ടായിരുന്നത് ആരാണ്, അതിന്റെ ഡീറ്റെയിൽസ് ലഭിക്കേണ്ടതുണ്ട്. ഈ വാഹനം കൊച്ചിയിൽ നിന്ന് റെന്റിനെടുത്തതാണെന്നുള്ള ഒരു വിവരം തന്നെയാണ് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ റെന്റിനെടുത്ത സ്ഥലത്ത് ഇദ്ദേഹത്തിന്റെ വിവരങ്ങൾ ഉണ്ടാകും. ആ വിവരങ്ങൾ എന്തായാലും പോലീസിന് വളരെ വേഗത്തിൽ തന്നെ ലഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആരാണ് മരിച്ചത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ലഭിക്കും. ഈ വാഹനം നമുക്ക് നോക്കാൻ സാധിക്കും. ഈ വാഹനം നിസാന്റെ മൈക്ര എന്ന് പറയുന്ന വാഹനമാണ്. അതിന്റെ ചില്ലുകൾ തകർത്താണ് വാഹനത്തിൽ നിന്നും ഈ രണ്ടുപേരെയും പുറത്തേക്കെടുത്തത്. നമുക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മുൻപും കോട്ടയത്ത് തന്നെ ഒരു 2-3 സംഭവങ്ങൾ സമാനമായ രീതിയിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അടുത്തിടെ ഈ കഴിഞ്ഞ ദിവസം തന്നെ, ഈ ഓണനാളിൽ തന്നെ ഒരു വാഹനം നിയന്ത്രണം വിട്ട് വെള്ളത്തിൽ വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനു മുമ്പ് കടുത്തുരുത്തിയിൽ ഗൂഗിൾ മാപ്പിട്ട് മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് വന്ന വിദ്യാർത്ഥികൾ വെള്ളത്തിൽ വീഴുന്ന ഒരു കാഴ്ച കണ്ടു. അവർ അത്ഭുതകരമായിട്ടാണ്
അന്നൊരു പകലായതുകൊണ്ട് തന്നെ ആളുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് അവരെ അവിടെ നിന്നും രക്ഷിക്കാൻ സാധിച്ചത്. അതിനു മുൻപ് ഒരു കുടുംബം, ഒരു ഡോക്ടറിന്റെ ഒരു കുടുംബം ഇവിടെ കോട്ടയം നഗരത്തിനടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് അപകടത്തിൽപ്പെടുന്നു. സമാനമായ രീതിയിൽ ഗൂഗിൾ മാപ്പ് നോക്കി വന്ന് വഴിതെറ്റി നേരെ വെള്ളത്തിൽ വീഴുന്ന ഒരു കാഴ്ചയും കണ്ടു. അത്തരത്തിൽ ഗൂഗിൾ മാപ്പ് നോക്കി വന്നതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഒരു പക്ഷേ ആകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ഇത്തരത്തിലുള്ള അപകടം, ഈ രണ്ട് റോഡും വളരെ ചേർന്ന് കിടക്കുന്ന റോഡാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വഴിതെറ്റാനുള്ള ഒരു സാധ്യത കുറച്ചൊന്നുമല്ല. അത്തരത്തിലുണ്ടായ ഒരു അപകടമാണോ എന്നാണ് അറിയേണ്ടത്. എന്തായാലും ദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെ. ഈ രണ്ടുപേരും മരിച്ചിരിക്കുന്നു. നേരത്തെ നമ്മളോട് ദൃക്സാക്ഷിയായിട്ടുള്ള ആന്റണി ചേട്ടൻ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ വാഹനം മറിയുന്നത് നേരിൽ കണ്ട് ഉടൻ തന്നെ അദ്ദേഹം അതിനോടൊപ്പം തന്നെ പുറകിൽ വെള്ളത്തിലേക്ക് ചാടി ഈ വാഹനം രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷേ ഇത്രയും ഭാരമുള്ള വാഹനം ഒറ്റയ്ക്ക് അദ്ദേഹത്തിന് ഈ ഡോറ് തുറന്ന് രക്ഷിക്കാൻ സാധിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നാലെ ഫയർഫോഴ്സും പോലീസും എത്തിയാണ് വിവരം അറിയിച്ച ഉടൻ തന്നെ വൈക്കത്ത് നിന്നും അതുപോലെ തന്നെ കുമരകത്ത് നിന്നും കോട്ടയത്ത് നിന്നും യൂണിറ്റുകൾ എത്തിയാണ് ഈ വാഹനത്തിന്റെ ചില്ലുകൾ പൊളിച്ച് അവരെ പുറത്തേക്കെടുത്തത്. പക്ഷേ അത് ആ ഒരു രക്ഷാപ്രവർത്തനം ഫലം കണ്ടില്ല. അത് പ്രയോജനമില്ലാതായിപ്പോയി. അവരുടെ ജീവൻ പൊലിയുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും ഈ ഒരു രാത്രി ഏകദേശം 8:15 കൂടിയാണ് ഈ സംഭവം നടന്നത്. ദാരുണമായിട്ടുള്ള ഒരു അപകടം തന്നെയാണ്. ആ അപകടത്തിൽ 2 ജീവനുകൾ പൊലിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് പറയാനുള്ളത്. സുഹൈൽ. ശരിയേറെ ദാരുണമായ വാർത്തയാണ് കോട്ടയം കൈപ്പുഴമുട്ടിൽ നിന്ന് വരുന്നത്. നിയന്ത്രണം വിട്ട് ആറ്റിൽ വീണ കാറിലുണ്ടായിരുന്ന 2 പേരും മരിച്ചിരിക്കുന്നു. മഹാരാഷ്ട്ര സ്വദേശികളാണ്. വഴിതെറ്റി മെയിൻ റോഡിൽ നിന്ന് ഇടവഴിയിലേക്ക് കയറുകയും അവിടെ നിന്ന് അപകടത്തിൽ ആറ്റിലേക്ക് വീഴുകയുമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടോബി ജോൺസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അപകടം എങ്ങനെയുണ്ട്?